അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിനെ സ്വന്തം സ്ഥലമായി രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകി ഇസ്രായേൽ മന്ത്രിസഭ. ഇസ്രായേൽ മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ബെസലേൽ സ്മോട്രിച്ച്, യാരീവ് ലെവിൻ, ഇസ്രായേൽ കട്സ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച പ്രമേയത്തിനാണ് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഞങ്ങളുടെ എല്ലാ ഭൂമിയും നിയന്ത്രിക്കുന്നതിനായി കുടിയേറ്റ വിപ്ലവം തുടരുമെന്ന് സ്മോട്രിച്ച് വ്യക്തമാക്കി. അധിനിവേശം ആരംഭിച്ച 1967 ശേഷം ആദ്യമായാണ് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേൽ ഔദ്യോഗികമായി തങ്ങളുടെ ഭൂപ്രദേശത്തോട് കൂട്ടിച്ചേർക്കാൻ ശ്രമം നടത്തുന്നത്. വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റ മേഖലകൾക്ക് വ്യാപകമായ അംഗീകാരം നൽകുന്നതിനിടെയാണ് ഭൂമിക്ക് മേൽ ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നത്. തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്തെത്തിയ പലസ്തീൻ അതോറിറ്റിയും ഹമാസും വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടു. മന്ത്രിസഭാ തീരുമാനത്തെ അറബ് രാഷ്ട്രങ്ങൾ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള നിയമവിരുദ്ധ നീക്കങ്ങളുടെ തുടർച്ചയാണ് ഇസ്രായേൽ നിലപാടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. 1967 അതിർത്തികൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ദ്വിരാഷ്ട്ര പദ്ധതിയിൽ രാജ്യം ഉറച്ചു നിൽക്കുന്നതായും ഖത്തർ വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഭൂമികളെ സ്റ്റേറ്റ് ലാൻഡ്സ് എന്ന് മുദ്രകുത്തി രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ അവ മോഷ്ടിക്കാനും യഹൂദവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഹമാസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നാണ് ഇസ്രായേൽ തീരുമാനത്തെ ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. അതേസമയം ലെബനൻ സിറിയൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതെന്ന് ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഖാലിദ് മുഹമ്മദ് അൽ അഹമ്മദ് എന്ന സിറിയൻ പൗരനാണെന്ന് ലെബനന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി വ്യക്തമാക്കി. ലെബനനിലെ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. എന്നാൽ ഈ അവകാശവാദത്തിന് തെളിവുകളൊന്നും അവർ നൽകിയില്ല. മജ്ദ് അൽ അൻജാർ മേഖലയിലാണ് ബോംബിട്ടതെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതേസമയം PIJയുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും വന്നിട്ടില്ല. 2024 നവംബറിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നുവെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഉണ്ടായ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ലെബനിൽ ഏതാണ്ട് എല്ലാ ദിവസവും ആക്രമണം തുടരുന്നുണ്ട്. കരാർ ലംഘിച്ച് 1 വർഷത്തിനിടെ ഇസ്രായേൽ സൈന്യം 10,000-ലധികം വ്യോമകര ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക്. ഇതിൽ കുറഞ്ഞത് 108 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും UN സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ 21 സ്ത്രീകളും 16 കുട്ടികളും ഉൾപ്പെടുന്നു. അതേസമയം ഇസ്രായേൽ സൈന്യത്തിലുള്ള വിദേശ പൗരന്മാരിൽ ഭൂരിഭാഗവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെന്ന് IDF പുറത്തിറക്കിയ പട്ടികയിൽ സൂചിപ്പിക്കുന്നു. വംശഹത്യയ്ക്കായി ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന അമേരിക്ക തന്നെയാണ് ഇക്കാര്യത്തിലും മുന്നിൽ. ഫ്രാൻസ്, റഷ്യ, ജർമ്മനി, യുക്രൈൻ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിന് കൂടുതൽ സൈനികരെ സംഭാവന ചെയ്യുന്ന മറ്റു രാജ്യങ്ങൾ. ഇവിടങ്ങളിൽ നിന്നുള്ള ഇസ്രായേൽ സൈനികരുടെ എണ്ണവും IDFന്റെ പട്ടികയിലുണ്ട്. 2025 മാർച്ച് വരെ IDFനൊപ്പം വംശഹത്യയിൽ പങ്കാളികളായ വിദേശ സൈനികരുടെ എണ്ണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഗാസ വംശഹത്യയിൽ പങ്കെടുത്ത മറ്റു രാജ്യങ്ങളിലെ പൗരന്മാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഗാസ വംശഹത്യയിൽ പങ്കെടുത്ത ബ്രിട്ടീഷ് പൗരന്മാർക്കെതിരെ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചതിന് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് വിവിധ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം IDFൽ സേവനമനുഷ്ഠിക്കുന്ന 10 ബ്രിട്ടീഷുകാർക്കെതിരെ മെട്രോപൊളിറ്റൻ പോലീസിന്റെ യുദ്ധകുറ്റകൃത്യ വിഭാഗത്തിന് പരാതി ലഭിച്ചിരുന്നു. ഇവരുടെ പേരുകൾ പരസ്യമാക്കിയിട്ടില്ലെങ്കിലും 240 പേജുള്ള രേഖയിൽ സാധാരണക്കാരെയും സന്നദ്ധപ്രവർത്തകരെയും കൊലപ്പെടുത്തിയതിനും സിവിലിയൻ പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടത്തിയതിനും ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.